ചെറിയ നേരം കൊണ്ട് പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് പഠിച്ചാലോ? ദർ ആർ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്. വാട്ട് ആർ ദി? നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെക്ഷൻ. ഫസ്റ്റ് വൺ ഈസ് നൗൺ. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമിംഗ് വേർഡ്സ് ആണ്. നമുക്ക് ചുറ്റുള്ളതെല്ലാം നൗൺ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ, മാൻ, ഗേൾ എക്സെട്ര. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സെന്റൻസ് നോക്കിയാലോ? അഞ്ജലി ഈസ് എ ഗുഡ് ഗേൾ. അഞ്ജലി എന്ന് പറയുന്നത് നൗൺ ആണ്, കാരണം അത് ഒരാളുടെ പേരാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ വേർഡ്സ് യൂസ് ടു റീപ്ലേസ് നൗൺ. അതായത് നൗണിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺ. അതായത് ഫോർ എക്സാമ്പിൾ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. സെന്റൻസ് വെച്ച് പറയുകയാണെങ്കിൽ അഞ്ജലി ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പം ഷീ ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയാം. നമുക്ക് അഞ്ജലിക്ക് പകരം നമ്മൾ അവിടെ ഒരു പ്രോനൗൺ ഉപയോഗിച്ചു. നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഷീ ആണ്. And the third one is adjective. Adjective which means describing words. Describing words എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ എന്തിനെങ്കിലും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഹാപ്പി, ടോൾ, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയും. അതൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, സെൻറ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ജലി ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അഞ്ജലി ഈസ് എ ഗുഡ് ഗേൾ. അപ്പം അവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഗുഡ് എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ് എന്നുള്ളതാണ് അവിടെ എന്താണ്? അഡ്ജക്റ്റീവായിട്ട് മാറുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് വേർബ്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ഷൻ വേർഡാണ്. ഡു, ഗോ, റൺ, പ്ലേ എക്സെട്ര. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ്. സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ്. അവിടെ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു ആക്ഷൻ ഉപയോഗിക്കുന്നത്, അതായത് പ്ലേസ് ക്രിക്കറ്റ്, കളിക്കുകയാണ്. അപ്പോൾ പ്ലേ എന്ന് പറയുന്നത് അവിടെ വേർബായിട്ട് വരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അഡ്വേർബ്. അഡ്വേർബ് മീൻസ് മോഡിഫൈങ് വേർഡ്സ്. ഏതെങ്കിലും വേർഡിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്വേർബ് എന്ന് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വിക്ക്ലി, സ്ലോലി എക്സെട്ര. നമുക്ക് അവിടെ ഒരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു നോക്കിയാലോ? ഹീ റൺസ് ക്വിക്ക്ലി. ഹീ റൺസ് ക്വിക്ക്ലി. അപ്പം റൺ ചെയ്യുന്നതിന് ക്വിക്ക്ലി അവിടെ മോഡിഫൈ ചെയ്യാണ്. സോ ക്വിക്ക്ലി എന്നുള്ള വേർഡ് അവിടെ വന്നു. അപ്പോൾ അവിടെ നമ്മൾ അഡ്വേർബ് ഉപയോഗിച്ചു. ആൻഡ് ദ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വേർഡ് ഷോയിങ് റിലേഷൻ വിത്ത് അതേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇൻ, ഓൺ, ബൈ എക്സെട്ര. അതായത് ഒരു സെൻറ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ക്യാറ്റും ടേബിളുമായിട്ടുള്ള റിലേഷൻ വരികയാണല്ലേ അവിടെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ അവിടെ ചേർക്കുന്നു. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ, ദ ക്യാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ. അപ്പോൾ അവിടെ എല്ലാം ഒരു ടേബിളും ക്യാറ്റുമായിട്ടുള്ള റിലേഷൻ വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അവിടെ എന്ത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ കൺജങ്ഷൻ വേർഡ്സ് ആർ ജോയിനിങ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ അശ്വതി ആൻഡ് അഞ്ജലി ആർ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ അവിടെ ഉപയോഗിച്ചത് ആൻഡ് ആണ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ്, ബട്ട്, ബിക്കോസ് എക്സെട്ര. അപ്പോൾ അശ്വതി ആൻഡ് അഞ്ജലി ആർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ആൻഡ് ഉപയോഗിച്ചു. ബട്ട് ഉപയോഗിച്ചിട്ടുള്ളതും ബിക്കോസ് വെച്ചിട്ടുള്ള ഉപയോഗിച്ചതൊക്കെ നമ്മൾ അറിയാം. അപ്പോൾ അത് ആ കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിനിങ് വേർഡ്സ് ആണ്. മനസ്സിലായോ? രണ്ട് വേർഡ്സിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻ. ആൻഡ് ഇന്റർജെക്ഷൻ, എക്സ്ക്ലെയിമിങ്, സഡൻ ഫീലിംഗ്, ഓ മൈ ഗാഡ്, ഹൂറേ, വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സും സെൻറ്റൻസും എല്ലാം ഇന്റർജെക്ഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് പാർട്സ് ഓഫ് സ്പീച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.